മക്കളെ, വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 9ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ എക്സാമിലൊക്കെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ഏരിയ തറവാക്കി മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി തമിഴിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, എന്താണ് ലോക്സഭയും എന്താണ് രാജ്യസഭയും, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം അല്ലെ, പാർലമെന്റിന് 2 ഹൗസസ് ഉണ്ട്. ഒന്നാണ് എന്ത്, രാജ്യസഭ, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് അപ്പർ ഹൗസ് അല്ലെങ്കിൽ ഉപരിസഭ. മറ്റേതെന്ന് പറയുമ്പോൾ എന്താണ്, ലോക്സഭ, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് ലോവർ ഹൗസ് അല്ലെങ്കിൽ അധോസഭ. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു വീഡിയോയിൽ എന്താണ് ലോക്സഭ അതുപോലെ എന്താണ് രാജ്യസഭ എന്ന് നമ്മൾ തറവായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്, ലോക്സഭയെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ലോക്സഭ ഇസ് ദ ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് എന്ത്, ലോകസഭ. ഓക്കെ, സെക്കൻഡ്ലി, members of the Lok Sabha are elected directly by the people on a majority system. അല്ലെ, അതായത് ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോക്സഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ഇലക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോക്സഭയിലേക്ക് നമ്മൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ഹു ഹാസ് കംപ്ലീറ്റഡ് 25 years of age are eligible to stand as a representative in the ലോക്സഭ ഇലക്ഷൻ. അതായത് 25 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ ലോക്സഭ ഇലക്ഷനിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ടേം ഓഫ് ലോക്സഭ ഇസ് 5 years. അതായത് ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ്, 5 വർഷമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ലോക്സഭ ഇസ് 550. അതായത് മാക്സിമം സ്ട്രെങ്ത് ആണ് കേട്ടോ പറയുന്നത്, എത്രയാണ്, 550. ഓക്കെ, 550 ആണ് എന്ത്, ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്ന സമയത്ത്. പക്ഷെ അറ്റ് പ്രസന്റ് അല്ലെങ്കിൽ നിലവിൽ എത്രയാണ്, 543 മെമ്പേഴ്സ് ആണ് എന്തിൽ ലോക്സഭയിൽ ഉള്ളത്. ഓക്കെ, മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്, 550 ആണ്, 550 ആണ്. പക്ഷേ നിലവിൽ എത്ര മെമ്പേഴ്സ് ആണുള്ളത്, 543 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, and next, the formation and existence of government is possible on the base of majority in the Lok Sabha. അതായത് ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത്, സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഓക്കെ, അതായത് ലോക്സഭയിൽ മെജോറിറ്റി കിട്ടുന്ന പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ അധികാരത്തിൽ വരുന്നത് അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കുന്നത്. ഓക്കെ, when a party or coalition fail to form a government or the ruling party or its coalition loses majority, the country goes to a general election. ഓക്കെ, അതായത് കൊയിലേഷൻ ഗവൺമെന്റ്, കൂട്ടുകക്ഷി ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടെ ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മെജോറിറ്റി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നിയമസഭ പിരിച്ചുവിട്ട് വീണ്ടും ജനറൽ ഇലക്ഷനിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, അതായത് ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും പോകുന്നതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ദ ലോക്സഭ ഇസ് ചെയർഡ് ബൈ ദ സ്പീക്കർ. ഓക്കെ, അതായത് ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്, സ്പീക്കർ ആണ്. ഓക്കെ, ഇറ്റ് ഹാസ് മോർ പവർ ദാൻ രാജ്യസഭ ഓൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. ഓക്കെ, അതായത് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരം ആർക്കാണുള്ളത്, ലോക്സഭയ്ക്കാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 79 ഒക്കെ എടുക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 79 ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ പാർലമെന്ററി സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അതിൽ ലോക്സഭയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, എന്താ ലോക്സഭയെ നമ്മൾ വിളിക്കുന്നത്, ഹൗസ് ഓഫ് പീപ്പിൾ. ഓക്കെ, എന്താ വിളിക്കുന്നത്, ഹൗസ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഹൗസ് ഓഫ് പീപ്പിൾ. എന്തുകൊണ്ടാണ്, ജനങ്ങൾ ഡയറക്ട്ലി ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, നമ്മളൊക്കെ വോട്ട് ചെയ്താണ് നമ്മളെ പ്രതിനിധികളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോക്സഭയിലേക്ക് അയക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രാജ്യസഭയുടെ കേസ് എടുക്കുന്ന സമയത്ത് രാജ്യസഭയിൽ എന്താണ്, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. അപ്പൊ നമുക്ക് നേരിട്ട് എന്തുണ്ട്, ഒരു പാർട്ടിസിപ്പേഷൻ നമ്മളുടെ കൂടെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ ലോക്സഭയ്ക്ക് കുറച്ചുകൂടി അതോറിറ്റി ആരേക്കാൾ ഉള്ളത്, രാജ്യസഭയേക്കാൾ കൂടുതൽ ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ദ മണി ബിൽസ് ആൻഡ് നോൺ കോൺഫിഡൻസ് മോഷൻ ആർ പ്രസന്റഡ് ഇൻ ദ ലോക്സഭ. ഓക്കെ, അതായത് ഒരു ലോക്സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് എന്ത്, ധനബില്ലും അതുപോലെ അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് എപ്പോഴും ആരാണ്, ലോക്സഭയാണ്. അല്ലെങ്കിൽ ലോക്സഭയിലാണ് ഈ 2 ബില്ലുകളും എപ്പോഴും
അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് എന്ത് ലോക്സഭയെ കുറിച്ചുള്ളത്. ഞാൻ ഒന്നും കൂടെ സമ്മപ്പ് ചെയ്ത് തരാം. എന്താണ് ലോക്സഭ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ദ ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, അതായത് അധോ മണ്ഡലമാണ് എന്ത് നമ്മുടെ ലോക്സഭ. ഓക്കെ, സെക്കൻഡ്ലി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡയറക്ട്ലി ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ റെപ്രസെന്റേറ്റീവ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, നമ്മളെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അങ്ങനെയാണ് എന്ത് ലോക്സഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്ന സമയത്ത് 25 വയസ്സിന് മുകളിലെ ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, ഈ ലോക്സഭയിലേക്ക് റെപ്രസെന്റേറ്റീവ് ആയിട്ട് മത്സരിക്കാം. ഓക്കെ, ഇനി ഇവരുടെ കാലാവധി എന്ന് പറയുമ്പോൾ എത്രയാണ്, അതും 5 വർഷ കാലയളവാണ്. ഓക്കെ, ഇനി ഈ ലോക്സഭയിലെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന സമയത്ത് എത്രയാണ്, 550 ആണ്. പക്ഷേ നിലവിൽ എത്ര മെമ്പേഴ്സ് ആണുള്ളത്, അത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് 543 മെമ്പേഴ്സ് ആണ് നിലവിൽ നമ്മുടെ ലോക്സഭയിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ലോക്സഭയിൽ ഓക്കെ ദ ഫോർമേഷൻ ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ഗവൺമെന്റ് ഇസ് ഓൺലി പോസിബിൾ വെൻ ദേ ഗോട്ട് മെജോറിറ്റി വോട്ട് ഇൻ ലോക്സഭ. ഓക്കെ, ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ, ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ഓൾസോ ഇൻ ദ കേസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊയിലേഷൻ ഗവൺമെന്റിലൂടെയോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ മെജോറിറ്റി കിട്ടുന്നില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, അവിടെ വീണ്ടും ഒരു റീജനറൽ ഇലക്ഷനിലേക്ക് അവർ മൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുമ്പോൾ ലോക്സഭയുടെ ചെയർമാൻ എന്ന് പറയുമ്പോൾ ആരാണ്, ഒരിക്കലും മറക്കരുത്, അതാരാണ്, ദാറ്റ് ഈസ് സ്പീക്കർ. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലോക്സഭയ്ക്കാണ് ആരേക്കാൾ പവർ ഉള്ളത്, രാജ്യസഭയേക്കാൾ പവർ ആർക്കാണുള്ളത്, ലോക്സഭയ്ക്കാണ് ഉള്ളത്. ഓക്കെ, ഇത്രയൊക്കെയാണ് എന്ത് ലോക്സഭയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പോയിന്റ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലോക്സഭയെ കുറിച്ച് എന്തൊരു ചോദ്യം ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്, രാജ്യസഭയാണ്. ഓക്കെ, അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് എന്ന് പറയും അല്ലെ. അപ്പൊ നമുക്ക് രാജ്യസഭയെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. രാജ്യസഭ ഇസ് നോൺ ആസ് ദ അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. ഓക്കെ, അല്ലെങ്കിൽ ഉപരിസഭ എന്ന് നമുക്ക് പറയാം. ഉപരിസഭയാണ് എന്ത്, രാജ്യസഭ. ഓക്കെ, ഇറ്റ് ഇസ് എ ഹൗസ് ഇൻ വിച്ച് റെപ്രസെന്റേറ്റീവ് ഇസ് ഗിവൺ ടു ദ സ്റ്റേറ്റ്സ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ദെയർ പോപ്പുലേഷൻ. അതായത് ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് രാജ്യസഭയിലേക്കുള്ള റെപ്രസെന്റേറ്റീവ്സിന്റെ നമ്മൾ ലൈക്ക് അവരുടെ അംഗത്വം നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അതായത് ജനസംഖ്യാപതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് എന്ത്, രാജ്യസഭ എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആർ ഇലക്ടഡ് ബൈ ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ഓക്കെ, അതായത് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, അതായത് MLAs ആണ് ആരെ എലക്ട് ചെയ്യുന്നത്, നമ്മുടെ രാജ്യസഭാ അംഗങ്ങളെ എലക്ട് ചെയ്യുന്നത്. ഓക്കെ, സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ് എന്ത്, രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺ ഹു ഹാവ് കംപ്ലീറ്റഡ് 30 years ഓഫ് ഏജ് ആർ എലിജിബിൾ ടു കോൺടെസ്റ്റ് ഇൻ രാജ്യസഭാ ഇലക്ഷൻ. അതായത് 30 വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരൻ എന്ത് ചെയ്യാം, രാജ്യസഭയിലേക്ക് ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അവര് യോഗ്യരാണ്, മത്സരിക്കാൻ യോഗ്യരാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പം രാജ്യസഭ ഇസ് എ പെർമനന്റ് ഹൗസ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് എന്ത്, പെർമനന്റ് ഹൗസ് എന്നാണ് രാജ്യസഭയുടെ മറ്റൊരു പേര്. ദ ടേം ഓഫ് ദിസ് ഓഫീസ് 6 years. ഓക്കെ, 6 വർഷമാണ് എന്ത് ഇവരുടെ ടേം എന്ന് പറയുന്നത്. ഓക്കെ, കാലാവധി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 1/3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് റിട്ടയർ എവറി 2 years ആൻഡ് elections are held to fill those vacancies. ഓക്കെ, അതായത് രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതായത് ഓരോ 2 വർഷം കൂടുന്ന സമയത്ത് 1/3 ആൾക്കാർ വിരമിക്കുന്ന സമയത്ത് ആ പോസ്റ്റിലേക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു, ഇലക്ഷന് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് രാജ്യസഭ ഇസ് ബീൻ ചെയർഡ് ബൈ ദ വൈസ് പ്രസിഡന്റ്. ഓക്കെ, അതായത് ഉപരാഷ്ട്രപതിയാണ് എന്ത്, രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 250 ആണ്. 250 ഇസ് ദ സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ. ഓക്കെ, മാക്സിമം സ്ട്രെങ്ത് ഇസ് 250. ഓക്കെ, ഓഫ് ദിസ് നമുക്കിപ്പോൾ പ്രസന്റ്ലി പറയുന്ന സമയത്ത് 238 ആർ ഇലക്ടഡ് ആൻഡ് റിമൈനിങ് 12 ആർ നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ്. ഓക്കെ, അതായത് ഇതിൽ 238 പേരെ MLAs എലക്ട് ചെയ്യുന്നു, കൂടാതെ റിമൈനിങ് 12 എന്ത് ചെയ്യുന്നു, ഇസ് ബീൻ നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ആർ കൺട്രി. ഓക്കെ, ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ഫ്രം ദ രാജ്യസഭ ദ പ്രൊസീഡിംഗ് ടു റിമൂവ് ദ വൈസ് പ്രസിഡന്റ് ബിഗിൻസ്. ഓക്കെ, അതായത് നമ്മുടെ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ എവിടെ നിന്നാണ് ചെയ്യുന്നത്, രാജ്യസഭയിൽ നിന്നാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്. ഓക്കെ, രാജ്യസഭ ഇസ് വെസ്റ്റഡ് വിത്ത് ദ പവർ ടു മാൻഡേറ്റ് ദ പാർലമെന്റ് ടു ക്രിയേറ്റ് ന്യൂ
ഓൾ ഇന്ത്യ സർവീസ്. അതായത് കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം ആർക്കാണുള്ളത്? രാജ്യസഭയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു അധികാരമാണ്. ഓക്കെ, ഇത്രയുമാണ് എന്തെന്ന് പറയുമ്പം രാജ്യസഭയെ കുറിച്ച് പറയുന്ന സമയത്ത്. അപ്പൊ രാജ്യസഭയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു മെയിൻ പോയിന്റ്സ് ഒക്കെ ഇതൊക്കെയാണ്. അതായത് അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആണ് രാജ്യസഭ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഇൻഡയറക്ട്ലി ആണ് ഇലക്ഷൻ, അതായത് ജനസംഖ്യാടിസ്ഥാനത്തിലാണ് രാജ്യസഭയിലേക്കുള്ള സീറ്റ് നിർണ്ണയിക്കപ്പെടുന്നത്. 250 പേരാണ് എന്ത് മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 ആണ്. അതിൽ 238 പേരെ എന്ത് ചെയ്യുന്നു? നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ബാക്കി 12 പേരെ നമ്മൾ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പോയിന്റ്സും കൃത്യമായി വൃത്തിയിൽ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? പഠിക്കുന്ന സമയത്ത് ഈ ലോകസഭയും രാജ്യസഭയും തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ഈ വീഡിയോസ് ഒക്കെ കണ്ട് തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വീണ്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് സീ യു.